ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിലെ തന്നെ ഒരു ഏറ്റവും പഴക്കം ചെന്ന ഒരു പള്ളിയിലാണ്. ഇവിടെ ഇന്നൊരു ഇഫ്താർ മീറ്റ് നടക്കുന്നുണ്ട്. ഇവിടെ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. ഈ പള്ളിക്ക് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെയുള്ള കാരണവന്മാരാരെങ്കിലും സമീപിക്കും. അപ്പോൾ അവർ പറയും. കോഴിക്കോട് ജില്ലയിൽ മടവൂർ പഞ്ചായത്ത് 16-ാം വാർഡിലാണ് ഈ ചെറിയ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഈ പള്ളിക്ക് ഒരുപാട് കാലത്തെ പഴക്കമുണ്ട്. മുമ്പിലൂടെ തന്നെ ഒരു മനോഹരമായ തോട് ഒഴുകുന്നുണ്ട്. ഈ തോട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കവുങ്ങിൻ്റെ പാലമുണ്ട്. ഇവിടെ നിന്നാണ് ഇന്നത്തെ നമ്മുടെ ഇഫ്താർ. ഏതായാലും അവിടെ പോയിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. പാലത്തിന് നല്ല ഇളക്കമുണ്ട് കേട്ടോ, സംഭവം പേടിയാകുന്നുണ്ട്. അപ്പോൾ ഈ പള്ളീനെ കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പള്ളിക്ക് മേൽനോട്ടം വഹിക്കുന്ന മാമുക്കായ് ഇവിടെ ഉണ്ട്. മാമുക്കായ് പറയും. മാമുക്കായ്, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എന്തൊക്കെ വർത്താനോ? നല്ല വർത്തമാനോ. നമ്മളെ ഈ പള്ളിക്ക് എത്ര കാലത്തെ പഴക്കം കാണും? ഏകദേശം 100 കൊല്ലത്തിലൊക്കെ മുമ്പ് പഴക്കം കാണും. 100 വർഷത്തോളം പഴക്കമുള്ള പള്ളിയാണ് കേട്ടോ പറയുന്നത്. അപ്പൻ്റെ ഒക്കെ കാലത്തുള്ള പള്ളിയാണ് അല്ലേ? ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെയാ പോകുന്നത്? എൻ്റെ കാര്യങ്ങളൊക്കെ അത്ര വലിയൊരു ഇതൊന്നും ഇല്ലല്ലോ. പിന്നെ ഇവിടെ ഉള്ള ഞങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്ത് അങ്ങനെ ഒക്കെ പോകുന്നുണ്ട്. പള്ളി പരിപാലനവും കാര്യങ്ങളും ഞങ്ങളൊക്കെ തന്നെ ഉള്ള ആൾക്കാരൊക്കെ. അപ്പോ പുതുക്കി പണിയുള്ള പരിപാടി ഉണ്ട്. ഇവിടെ നോമ്പ് തുറ എത്ര ആളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഒരു 100 ആളെ അടുത്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. സൗകര്യങ്ങളൊക്കെ കുറവാണ്, എന്നാലും ഉള്ള സൗകര്യത്തിൽ വെച്ച് നമ്മൾ ഉഷാറായിട്ട് ചെയ്യൂലേ? അപ്പോ നിങ്ങളെ വാപ്പന്റെ കാലത്തുള്ളതാണോ? വല്യാപ്പന്റെ കാലത്തുള്ള വാപ്പൊക്കെ പിന്നൊക്കെ കഴിഞ്ഞ് ഒരു 90 വയസ്സ് കഴിഞ്ഞ് വാപ്പൊക്കെ മരിച്ച് അതിനൊക്കെ മുമ്പ് അതിന്റെ മുമ്പുള്ള. എന്നാലും ഒരു 100 വർഷം എന്തായാലും ഉണ്ടാകുന്ന പറഞ്ഞത്. അപ്പോൾ നമ്മളെ പ്രദേശത്ത് ഇത്രയും പഴക്കമുള്ള ഒരു പള്ളി ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് കേട്ടോ. ഇന്ന് നമ്മുടെ നാട്ടിൽ ഇവിടെ ഇഫ്താർ മീറ്റ് നടക്കുകയാണ്. എല്ലാവരും സജീവമായിട്ടുണ്ട്. ചെറിയൊരു പള്ളിയാണ്, എന്നാലും ഇവിടെ നിസ്കാരത്തിനൊക്കെ ഒരുപാട് ആളുണ്ടാവും. വർഷത്തിൽ എന്തായാലും ഒരു ഇഫ്താർ ഇവിടെ നടക്കലുണ്ട്. 2 ചെമ്പ് നിറച്ചതാ ഉള്ള സെറ്റാണ്. വെറൈറ്റി ഇഫ്താർ ആട്ടോ. മഞ്ഞച്ചോറും നല്ല ബീഫ് കറിയും. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ തോടാണ് കേട്ടോ. വെള്ളപ്പൊക്കം വരുമ്പോൾ എന്തായാലും ഇവിടെ വെള്ളം കയറും. എന്നാലും വർഷത്തിലും നല്ല മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് നല്ല വൃത്തി കൊണ്ടുനടക്കുന്ന ഒരു പള്ളി കൂടിയാണത്. എല്ലാവരും എല്ലാവരും ഇവിടെ ഉണ്ട്. പള്ളിൻ്റെ അകത്താണ് കുറച്ച് സൗകര്യം ചെയ്യുന്നത്. നോമ്പ് സ്ഥലം ഇവിടെ ഉള്ളൂ. ഉള്ള സ്ഥലപരിമിതിയിൽ വെച്ചു അവർ നല്ല വൃത്തിയിലാണ് ഈ നോമ്പ് തുറ സെറ്റ് ചെയ്തിട്ട്. നമ്മുടെ പള്ളിൻ്റെ ഉൾഭാഗം നല്ല മനോഹരമായ പാക്കൊക്കെ വെച്ചിട്ട് മുമ്പ് ഉള്ള കാലത്തുള്ളതുകൊണ്ട് പാക്കൊക്കെ ഉണ്ട്. ഇപ്പോഴത് കുട്ടികളൊക്കെ നോമ്പ് തുറക്കാൻ വന്നാണ്. ചെറിയ പള്ളിയാണ്. പള്ളിൻ്റെ അകത്ത് ചെറിയൊരു സെറ്റപ്പ് കൂടെ ഉണ്ട്. അടുത്ത പള്ളിൻ്റെ മുത്തവല്ലി ആ നിൽക്കുന്ന ആളാണ് നമ്മളെ ചങ്കാട്ടോ റംഷിദ്. നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഇതാ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആളുകളൊക്കെ വന്ന് സീറ്റൊക്കെ ചെക്ക് ചെയ്ത് സാധനങ്ങളൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കിടിലൻ ബീഫ് കറി കേട്ടോ. നല്ല ബീഫാണ്. ബീഫ് പച്ചക്കറി പള്ളിക്കറി അടിപൊളി കറിയാണ്. ഇങ്ങനെയുള്ള ഒരു നോമ്പർ അല്പം നിങ്ങൾക്ക് ആർക്കും തന്നെ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. നല്ല വെട്ടുകറിയും മട്ടൽ മറി, ഞങ്ങൾ നാട്ടൽ മറി എന്ന് പറയും. നല്ല മഞ്ഞച്ചോറ്. ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ അന്തരീക്ഷം തന്നെ കേട്ടോ. വളരെ സൈലൻ്റ് ആയിട്ട് ഒഴുകുന്ന ഒരു പുഴയും അതിനടുത്ത് കുറേ വാഴകൾ തെങ്ങൊക്കെ ആയിട്ട് നിന്നൊരു വയൽ പ്രദേശം. ഇവിടെ വന്ന് ഇരിക്കാൻ തന്നെ നല്ലൊരു പ്രത്യേക ഒരു സുഖമാണ്. കുട്ടികളെല്ലാവരും വന്നിരുന്നു നല്ലപോലെ ഫുൾ ഹാപ്പിയാണ്. ഏകദേശം ബാങ്ക് വിളിക്കാനുള്ള സമയമായിട്ടുണ്ട്. സീറ്റൊക്കെ ഫുള്ളായി സാധനങ്ങളൊക്കെ സെറ്റാക്കി എല്ലാവരും സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ മാത്രം സ്പെഷ്യലുണ്ടല്ലോ. ഇവിടുത്തെ മാത്രം സ്പെഷ്യലാണ് മൈസൂർ പഴം. ഇവിടുന്ന് തന്നെ വെട്ടിയതാണ് അവർ പറയുന്നത്. റിസോർട്ടിലൊക്കെ പോയ ഫീൽ. നല്ല പുഴ, ഒരു കിണറ്.
നമ്മളെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോണ്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ ബായ്.